നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് നിങ്ങൾ മിസ്സാക്കുകയും ചെയ്യരുത്. എല്ലാ കുട്ടികളും, കേരളത്തിലുള്ള എല്ലാ കുട്ടികളും +2 ഫിസിക്സിന് മുമ്പേ പല കുട്ടികളും പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ സ്റ്റാഫുകളൊക്കെ കണ്ടെത്തിയ ഒരു കോമൺ മെസ്സേജ്, മാഷെ ഈ രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ, ഇപ്പോൾ റേ ഒപ്റ്റിക്സ് ഒരു എക്സാമ്പിളാണ്, റേ ഒപ്റ്റിക്സും ആദ്യത്തെ ഇലക്ട്രിക് ചാർജസും പഠിച്ചാൽ ഏകദേശം 10-11 മാർക്കുണ്ട്. റേ ഒപ്റ്റിക്സ് ആദ്യത്തെ ചാപ്റ്റർ ഏകദേശം ഒരു 10-9 മാർക്കുണ്ട്. ഞങ്ങൾ ജയിച്ചല്ലോ. വളരെ ഈസി, സിമ്പിളായിട്ടൊരു ചോദ്യമാണ്, വളരെ വാലിഡായ ചോദ്യമാണ്. രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ ഞങ്ങൾ ജയിച്ചു. പിന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ ജസ്റ്റ് നോക്കിക്കൊണ്ട് പോയാൽ പോരെ. ഇന്നേ വരെ ഹയർ സെക്കൻഡറിയുടെ ചരിത്രത്തിൽ, എനിക്ക് 23 വർഷമായിട്ട് നമ്മൾക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, കൃത്യമായിട്ടും പറയാം, ഒരു വെയിറ്റേജ് കൃത്യമായിട്ട് ചോദിച്ച വർഷങ്ങൾ ഒരു വർഷം പോലും ഇല്ല. ഒരധ്യാപകം പറയട്ടെ, ഇത് കേരളത്തിൽ ഒരു അധ്യാപകം പറയട്ടെ, ഇല്ല, കൃത്യമായിട്ട് എല്ലാ വർഷവും റേ ഒപ്റ്റിക്സിൽ നിന്ന് 10 മാർക്ക് ചോദിക്കും, ഇലക്ട്രിക് ചാർജസിൽ നിന്ന് 9 ചാപ്റ്റർ ചോദിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്ക് ചോദിക്കും. ഇങ്ങനെ ചോദിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. വെയിറ്റേജ് അനുസരിച്ച് കുറച്ച് കൂടുതൽ ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ റേ ഒപ്റ്റിക്സും ആദ്യത്തെ ചാപ്റ്ററും പഠിച്ചു. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ 18 മാർക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിങ്ങളോട് ചോദിക്കുന്ന ഈ 2 ചാപ്റ്ററിൽ നിന്നും വെറും 8 മാർക്കേ ഉള്ളെങ്കിലോ? പകരം സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് 3 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ളെന്ന് വിചാരിക്കുക. അതിനകത്ത് റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വിചാരിക്കുക. അത് എസ് ഹാഫ് എ റെക്ടിഫയറോ ഫുൾ എ റെക്ടിഫയറോ, അതിന്റെ കൂട്ടത്തിൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതൊരു 8 മാർക്ക് ചോദിച്ചാൽ ആ ചാപ്റ്റർ നമ്മളതങ്ങ് വിട്ടുപഠിച്ചാൽ ആ ചാപ്റ്ററിൽ നിന്നല്ലേ കൂടുതൽ വരുന്നത്. ഇത് നമുക്കൊരു സൂചനയാണ്. ഇതെല്ലാം വലിയ ചാപ്റ്ററുകളാണ്, ഇതിനൊക്കെ വെയിറ്റേജ് ഉണ്ട് കറക്റ്റായിട്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങൾക്ക് +1 എടുത്തു. നിങ്ങൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനെക്കാട്ടി ഞാൻ +1 കുട്ടികളോട് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം ലോസ് ഓഫ് മോഷനും ഗ്രാവിറ്റേഷനുമാണ്. അന്നേരം വലിയ ചാപ്റ്റർ എന്നുള്ളത് വെയിറ്റേജ് നിൽക്കട്ടെ, അത് ആ വെയിറ്റേജ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ വെയിറ്റേജ് കൃത്യമായിട്ട് ചോദിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഈ പറയുന്ന പോലെ വലിയ ഡെറിവേഷൻസ് ചോദിക്കണമെന്നില്ല. ഇപ്പോൾ റേ ഒപ്റ്റിക്സിൽ നിന്ന് റിഫ്രാക്ഷൻ പ്രസം പഠിച്ചു, മാഷെ നമ്മൾ മിറർ ഫോർമുല പഠിച്ചു, നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് പഠിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു ടോപ്പിക്ക് മാത്രം റേ ഒപ്റ്റിക്സിൽ ചോദിക്കണമെന്നുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ളതായിരിക്കാം. പക്ഷെ നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. അതുകൊണ്ട് ചില വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പോൾ കുട്ടികൾ, അയ്യോ ഞങ്ങൾ പഠിച്ചത് ഒന്നും വന്നില്ലല്ലോ, ഇതൊന്നും അല്ലല്ലോ ചോദിച്ച്, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത. അത് ഇതുകൊണ്ടാണ്. നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ ചാപ്റ്ററും നൈസായിട്ട് പഠിച്ച് തീർത്തോണം. നമ്മുടെ 4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളതുകൊണ്ട് 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അത് ഏത് കുട്ടികൾക്കും അറിയാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അന്നേരം ഒരു കൺഫ്യൂഷൻ വരരുത്. ലാസ്റ്റ് നിമിഷം അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ ഈ വീഡിയോ കണ്ട് നല്ലതുപോലെ പഠിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.